ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മഴത്തുള്ളി ക്രിയേഷൻസ്. കണിമംഗലത്തേക്ക് തിരിച്ചു കയറാൻ സിയയും ഗൗതമും കൂടി പ്രിയങ്കയ്ക്കും മുത്തശ്ശിക്കും ഒരു വഴി പറഞ്ഞു കൊടുക്കുകയാണ്. ഇവിടെ കുറച്ച് ആളുകളെയൊക്കെ വരുത്താം, ഇവിടെ ഒരു സംഘർഷം തന്നെ ഉണ്ടാക്കണം. അതിനോടൊപ്പം കണിമംഗലത്തുള്ള എല്ലാവരും ഇവിടെ എത്തണം. നിങ്ങൾ ആ കായലിൽ ചാടി ചാകാൻ പോകുന്നു എന്ന് പറഞ്ഞാൽ മാത്രമേ അവരത് വിശ്വസിക്കുള്ളൂ. എല്ലാവരും കൂടി വന്നാൽ മാത്രമേ നാണക്കേടുണ്ടാകാതിരിക്കാൻ അവർ നിങ്ങളെ തിരിച്ചു കൊണ്ടുപോകൂ. ഇത് കേട്ട് സുകുമാരിയമ്മ പറയുന്നുണ്ട്, തല്ലും വഴക്കും ഉണ്ടാക്കാനാണെങ്കിൽ നിങ്ങൾ പൊയ്ക്കോളൂ, അതിനൊക്കെ ഈ സുകുമാരി മതി. എന്നാലും ഈ വെള്ളം കാണുമ്പോഴാ വെള്ളത്തിൽ ചാടാൻ അങ്ങോട്ട് സുകുമാരിയമ്മയ്ക്ക് വലിയ പാട്. ഇടയ്ക്കിടയ്ക്ക് ചോദിക്കുന്നുണ്ട്, നിങ്ങൾ ഞങ്ങളെ മുക്കി കൊല്ലാൻ പോവുകയാണോ എന്ന്. ഒടുവിൽ എല്ലാ കാര്യങ്ങളും ആലോചിച്ചതിന് ശേഷം ചാടാമെന്ന് സമ്മതിച്ചു. ഇതേസമയം വരുണും രാധികയും മുത്തശ്ശിയെയും പ്രിയങ്കയും അന്വേഷിച്ച് നടക്കുകയാണ്. എല്ലായിടവും അന്വേഷിച്ച് നടക്കുന്നു. ഇത്രയും നാൾ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോവാൻ ആയിരുന്നു പ്രാർത്ഥന. എന്നാൽ ഇപ്പോൾ അവരെവിടെയെന്ന് അറിയാനായിരുന്നു ഇവർക്ക് തിടുക്കം. പരിചയമില്ലാത്ത നമ്പറിൽ നിന്ന് വരുണിന് കോള് വരുന്നുണ്ട്. ഒരു സുകുമാരൻ എന്ന് പറഞ്ഞ ഒരു കള്ളപ്പേരിൽ ഒരു ഓട്ടോ ഡ്രൈവറാണ് എന്നുള്ള വ്യാജേനെ വരുണിനെ വിളിക്കുകയാണ്. ഞങ്ങൾ അത്യാവശ്യമായിട്ട് ഒരു യാത്രയിലാണ്, വിളിച്ച കാര്യം പറച്ചേട്ടാ എന്ന് വരുൺ അദ്ദേഹത്തോട് പറയുന്നുണ്ട്. എൻ്റെ പൊന്നു മോനെ, ഞാൻ തിരുമേനിയുടെ അമ്മയുടെ ഒരു കാര്യം പറയാൻ വിളിച്ചതാണ്. മുത്തശ്ശിയുടെ എന്ത് കാര്യമാണെന്ന് രാധിക. എൻ്റെ പൊന്നെ ഒന്നും പറയണ്ട. കുറച്ചു നേരത്തെ സുഖമില്ലാത്ത കൊച്ചിനെയും പിടിച്ചോണ്ട് അവർ ആ റെയിൽവേ ട്രാക്കിൽ കൂടെ നടക്കുന്നത് കണ്ടു. വിളിച്ചാൽ നിൽക്കണ്ടേ? റെയിൽവേ ട്രാക്കിൽ നിന്ന് മാറാൻ പറഞ്ഞാൽ മാറണ്ടേ? അവസാനം കുറച്ച് യൂണിയൻകാരും എല്ലാവരും കൂടിയാണ് രണ്ടുപേരെയും പിടിച്ച് പുറത്താക്കിയത്. അവർ പോവുകയും ചെയ്തു. ഇപ്പോൾ ദേ ചാകാൻ അടുത്ത സ്ഥലം നോക്കിയിരിക്കുകയാണ്. ചേട്ടാ, അവരിപ്പോൾ എവിടെയുണ്ടെന്ന് രാധിക ചോദിക്കുമ്പോൾ ഇയാൾ പറയുന്നുണ്ട്, എൻ്റെ പൊന്നു മോളെ, അവർ ഒരു പുഴയുടെ തീരത്ത് ആ കൊച്ചിനെയും പിടിച്ചുകൊണ്ട് നിൽക്കുന്നത് കണ്ടു. ചാടി ചാകാനാണോ ഇനിയിപ്പോൾ വേറെന്തെങ്കിലും ചെയ്യാനാണോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. അതുകൊണ്ട് കണ്ടത് ഒന്ന് പറയാൻ വിളിച്ചതാ. താങ്ക്സ് ചേട്ടാ. എന്നാ അവരിപ്പോൾ എവിടെ നിന്നുണ്ടെന്നാ പറഞ്ഞത് എന്ന് വരുൺ ചോദിക്കുമ്പോൾ സ്ഥലം ഇദ്ദേഹം പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ഇത്രയും കുഴപ്പം പിടിച്ച സ്ഥലമാണ്. ചാടിക്കഴിഞ്ഞാൽ പിന്നെ ജീവനോട് തിരിച്ചു കിട്ടില്ല. ശരി ചേട്ടാ, ഞാൻ വിളിക്കാം എന്ന് പറഞ്ഞ് വരുൺ ഫോൺ വെച്ചു. വരുണിനെ എങ്ങനെയെങ്കിലും കാര്യമൊന്ന് അറിയിക്കുക, ഇത് തന്നെയായിരുന്നു ഇവരുടെ ഉദ്ദേശവും. എന്തായാലും അത് നടന്നിരിക്കുന്നു. ഇത് കേട്ട് രാധിക വല്ലാണ്ടങ്ങ് ടെൻഷനാകുന്നുണ്ട്. താൻ പേടിക്കണ്ട, നമ്മളെ ഒരിക്കലും അവർ തോൽപ്പിക്കാൻ പോകുന്നില്ല എന്ന് പറഞ്ഞ് സ്പീഡിൽ വണ്ടി വിടുകയാണ് വരുൺ. അങ്ങനെ അങ്ങോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുമ്പോൾ ആ പുഴയുടെ തീരത്ത് കുറേ ആൾക്കാർ നിൽക്കുന്നതായി കാണുന്നു. വരുൺ അവിടെ നിർത്തിക്കേ എന്ന് രാധിക. അങ്ങനെ ഇപ്പോൾ അവിടെ വണ്ടി നിർത്തി. ആൾക്കൂട്ടം കണ്ട് അങ്ങോട്ടേക്ക് നോക്കുന്നുണ്ട്. ആ സമയത്ത് ഇവരെ രണ്ടുപേരെയും പുഴയിൽ നിന്ന് പിടിച്ചോണ്ട് വരുന്നതാണ് കാണുന്നത്. അയ്യോ എൻ്റെ ദൈവമേ എന്നൊക്കെ പറഞ്ഞ് ചുമ്മാ ആക്ഷൻ കാണിച്ചുകൊണ്ട് വരികയാണ് മുത്തശ്ശി. ഞങ്ങളെ രക്ഷിക്കേണ്ട, ഞങ്ങൾക്ക് ചത്താ മതി, ഞങ്ങൾക്ക് ജീവിക്കേണ്ട, എൻ്റെ മോളുടെ ജീവിതം പോയേ എന്നൊക്കെ പറഞ്ഞിട്ട് കരഞ്ഞുകൊണ്ട് വരികയാണ് സുകുമാരിയമ്മ. എന്താ മുത്തശ്ശിയെ കാണിക്കുന്നത്? എന്താ അമ്മച്ചിയെ കാണിക്കുന്നത്? നിങ്ങൾ ഇവിടെ ചാടി ചത്തു കഴിഞ്ഞാൽ ആ കുറ്റവും കൂടി ഇനിയിപ്പോൾ നമ്മുടെ തലയിൽ വരും. ഇത് വലിയ പുലിവാലായല്ലോ എന്നൊക്കെ അവിടെ കൂടിയിരുന്ന ഒരാൾ പറയുമ്പോൾ സുകുമാരിയമ്മ പറയുന്നു, ദേ ഇവളെ കണ്ടോ, ഇവള് ബുദ്ധിയും ബോധവും ഇല്ലാത്ത കൊച്ചാണ്, ഇവളെ ഒരുത്തൻ ചതിച്ചതാണ്, എവിടെയെങ്കിലും പോയി പിഴച്ചിട്ടുണ്ടായിരിക്കും, അത് തന്നെ കാര്യം എന്ന് വേറൊരാൾ പറയുന്നു. അയ്യോ അല്ല, എൻ്റെ മോൾ ഒരു തെറ്റും ചെയ്തിട്ടില്ല, അവള് കല്യാണം കഴിഞ്ഞ് ഒരുത്തൻ്റെ കൂടെ സുഖമായി ജീവിച്ചുകൊണ്ടിരുന്നതാണ്. ആ പരമദുഷ്ടൻ വേറൊരു കൊച്ചിനെ സ്വന്തമാക്കാൻ ഇവളെ തള്ളിക്കളഞ്ഞതാണ്. എന്നിട്ട് ഞങ്ങളെ ആ വീട്ടിൽ നാടിച്ച് പുറത്താക്കി എന്നൊക്കെ പറയുന്നു. രാധിക മുത്തശ്ശിയുടെ അടുത്തേക്ക് വന്നു. മാറി നിൽക്കടി അങ്ങോട്ട് എന്ന് സുകുമാരിയമ്മയും പറയുന്നു. നിങ്ങൾക്കിവരെ അറിയോ എന്ന് ചോദിക്കുന്നു. ഈ പെങ്കൊച്ചിനെ തേച്ചു എന്ന് പറയുന്നവനെ നിങ്ങൾക്കറിയോ എന്ന് കൂടി നിന്ന ഒരാൾ ചോദിക്കുമ്പോൾ സുകുമാരിയമ്മ പറയുന്നു, അത് ദേ ഇവനാണ്. എൻ്റെ കൊച്ചുമോളെ കല്യാണം കഴിച്ചു എന്ന് പറയുന്നത് ദേ ഇവനാണ്. ഇവനും ഇവളും കൂടി ചേർന്നാണ് ഞങ്ങളെ തല്ലി ഇറക്കിയത്. ഇത് കേട്ട് കൂടിയിരുന്ന ഒരാൾ പറയുന്നു, അത് ശരി, അപ്പോൾ നീയൊക്കെയാണ് കാരണക്കാർ അല്ലേ? വരുൺ പറയുന്നു, ദേ ചേട്ടാ, ദേ അറിയാത്ത കാര്യത്തിൽ അഭിപ്രായം പറയാൻ നിൽക്കരുതേ. നീ എവിടെയുള്ളതാണെന്ന് ഒരാൾ ചോദിക്കുന്നു. ഞാൻ കണിമംഗലം പരമേശ്വരൻ്റെ മോനാണ്. അത് പറ, അപ്പോൾ കാശിൻ്റെ ഹുങ്കാണെന്ന് പറയുന്നു. നിങ്ങളോട് ഞാൻ കാശിൻ്റെ അഹങ്കാരം വല്ലതും കാണിച്ചോ എന്ന് വരുൺ ചോദിക്കുന്നുണ്ട്. നിങ്ങൾ അവരെ രക്ഷിച്ചെങ്കിൽ അത് നല്ലൊരു കാര്യമാണ്, പക്ഷെ അതിൻ്റെ പേരിൽ അവർ പറയുന്നതെല്ലാം വിശ്വസിക്കാൻ നിൽക്കരുത്. അവർ പറഞ്ഞതിൽ എന്താണ് കുഴപ്പം എന്ന് പറഞ്ഞ് ഗൗതം അവിടെ എത്തി. ഞാൻ കണിമംഗലത്തെയാണ്. ഇവൻ കല്യാണം കഴിച്ചത് ദേ ഈ നിൽക്കുന്ന പ്രിയങ്കയാണ്. ഇതിവളുടെ ചേച്ചിയാണ്. ഇവളെ സ്വന്തമാക്കാൻ വേണ്ടിയിട്ടാണ് ഇവൻ ഇവളെ ചവിട്ടി പുറത്താക്കിയത്. ഇത് കേട്ട് ഒരാൾ പറയുന്നു, നിന്നെ കണ്ട വലിയ മാന്യനാണല്ലോടാ, ഇതാണോ നിന്റെ കയ്യിലിരിപ്പ്? നിങ്ങൾ എന്തറിഞ്ഞിട്ടാ പറയുന്നത്? ഇവനും എൻ്റെ കുടുംബക്കാരനാണ്, ആ കാര്യത്തിൽ സംശയമൊന്നുമില്ല. പക്ഷേ ഇവർക്ക് മുന്നേ ആ കുടുംബത്തിൽ നിന്നും ഇവനാണ് പുറത്തായത്. അതിൻ്റെ വൈരാഗ്യം തീർക്കാനാണ് ഈ കാണിച്ചു കൂട്ടുന്നത്.
വരുൺ, നമുക്ക് പോകാം. ചാകാൻ തീരുമാനിച്ചവര് ചത്തോട്ടെ. അന്വേഷിച്ചു വന്നതാ നമ്മൾ ചെയ്ത തെറ്റ് എന്ന് രാധിക പറയുന്നുണ്ട്. അങ്ങനെ രാധിക വരുണിനെയും പിടിച്ച് പോകാൻ തുടങ്ങുമ്പോൾ സി എ എവിടേക്ക് വരുന്നു. അങ്ങനെ അങ്ങ് പോയാലോടി എന്ന് ചോദിച്ചുകൊണ്ട്. നീ എന്താ പറഞ്ഞത്? ചാകാൻ തീരുമാനിച്ചവര് ചത്തോട്ടെ എന്നല്ലേ? അപ്പം പിന്നെ നിനക്കും ഇവനും എളുപ്പമായല്ലോ. വീടിനകത്തിട്ട് ഇത്രയും കാലം ഇവരെ കൊല്ലാൻ നോക്കിയിട്ടും അത് നടക്കാതെയായപ്പോൾ ഇവരെ തല്ലി പുറത്താക്കി അല്ലേ? ഗതിയില്ലാത്ത ഈ തള്ളകേറി ആത്മഹത്യ ചെയ്യുമല്ലോ എന്നൊക്കെ പറയുന്നു. സുകുമാരിയമ്മ പറയുന്നു, എൻ്റെ പൊന്നു നാട്ടുകാരെ, നിങ്ങളിത് കേൾക്കണം. ഇവൻ്റെയും ഇവരുടെയും കാല് പിടിച്ച് ഞങ്ങൾ കരഞ്ഞിട്ടുണ്ട്. എൻ്റെ കൊച്ചിന് ഇപ്പോൾ ബുദ്ധിയില്ല, അതിനെ ഉപേക്ഷിക്കല്ലേടാ എന്ന് പറഞ്ഞിട്ട് കേൾക്കണ്ടേ? അവനും അവളും സുഖിക്കുന്നെങ്കിൽ സുഖിച്ചോട്ടെ, പക്ഷേ അതിൻ്റെ പേരിൽ എൻ്റെ കൊച്ചിനെ കൊല്ലാൻ നോക്കേണ്ട വല്ല കാര്യമുണ്ടോ? മുത്തശ്ശി എന്തൊക്കെയായി പറയുന്നത്? പ്രിയെ ആരാ കൊല്ലാൻ നോക്കിയത് എന്ന് രാധിക സുകുമാരിയമ്മയോട് ചോദിക്കുമ്പോൾ സുകുമാരിയമ്മ പറയുന്നുണ്ട്, മിണ്ടരുത്. എടീ, സ്വന്തം അനുജത്തിയുടെ ഭർത്താവിനെ തട്ടിപ്പറിച്ചെടുത്തിട്ട് നീ നിന്ന് ന്യായം പറയുന്നോടി. ആൾക്കൂട്ടത്തിൻ്റെ ബലം കൊണ്ട് ആവശ്യമില്ലാത്തത് വിളിച്ച് പറയരുത്. ഇപ്പോൾ എല്ലാവരും കൂടി രക്ഷിച്ചെടുത്ത ഈ കായലിൽ നിന്നുണ്ടല്ലോ, അതിനകത്ത് വലിച്ചെറിയും നിങ്ങളെ ഞാൻ എന്ന് വരുൺ. ദൈവൻ്റെ തനി സ്വഭാവം കണ്ടില്ലേ? ആരും ചോദിക്കാനില്ല എന്നുള്ള ധൈര്യമാണ് ഇവന്. അല്ലെങ്കിൽ ഇവൻ ഇങ്ങനെയൊക്കെ പറയുമെന്ന് സുകുമാരിയമ്മ. ഞങ്ങളെ രക്ഷിക്കാൻ വന്ന മാന്യന്മാരായ നിങ്ങളെ അപമാനിക്കുന്നതിന് തുല്യമല്ലേ ഇത് എന്നൊക്കെ സുകുമാരിയമ്മ പറയുന്നുണ്ട്. നീ ഇനി ഒന്നും പറയണ്ട, മര്യാദയ്ക്ക് ഈ തള്ളയും കൊണ്ട് വീട്ടിൽ വിളിച്ചുകൊണ്ട് പോയിക്കോണം, ഇല്ലെങ്കിൽ നീ ഇവിടുന്ന് പോവില്ല. ചേട്ടാ, ഞാൻ നിങ്ങളോട് പറഞ്ഞു എന്ന് വരുൺ പറയുമ്പോൾ വരുണിൻ്റെ ഷർട്ടിന് പിടിക്കുകയാണ് അയാൾ. മോനെ, ഇത് സ്ഥലം വേറെയാണ്. ഇവിടെ വന്ന് നിന്റെ അഭ്യാസം ഇറക്കാൻ നോക്കിയാലുണ്ടല്ലോ ചവിട്ടി പുഴയിൽ താത്തും. നിങ്ങളുടെ കയ്യിലിരിപ്പിന് ചാകുന്നേ നല്ലതെന്ന് പറയുന്നു. കൈയെടുക്കുക അങ്ങോട്ട് എന്ന് പറഞ്ഞ് വരുൺ അയാളുടെ നേർക്ക് ചാടി കടിക്കുന്നുണ്ട്. അങ്ങനെ രണ്ടും കൂടി അടിപിടിയാകാൻ നോക്കുന്നു. രാധിക പിടിച്ച് മാറ്റുന്നുണ്ട്. എന്താ നിങ്ങൾക്കൊക്കെ? ആരെങ്കിലും ഒരാൾ ഇരുട്ടിൻ്റെ മൂലയിൽ നിന്ന് എന്തെങ്കിലും ഒരു കാര്യം വിളിച്ചു പറഞ്ഞാൽ ഉടനെ അത് സത്യമാവുമോ? ഈ നിൽക്കുന്നത് എൻ്റെ ഭർത്താവാണ്. എന്നെ കൊന്നിട്ടല്ലാതെ എൻ്റെ ഭർത്താവിൻ്റെ നേർക്ക് കൈ വെക്കില്ല നിങ്ങളൊക്കെ വലിയ ന്യായം പറയുന്ന നാട്ടുകാരല്ലേ? ഇവർ രണ്ടുപേരും ഒരു തറവാട്ടിലാണെന്ന് നിങ്ങൾ പറഞ്ഞല്ലോ. ഇവർ തമ്മിലുള്ള ബന്ധം എന്താണെന്ന് ചോദിച്ചോ? ഈ നിൽക്കുന്ന വരുണിൻ്റെ അനുജനാണ് ഇവൻ. സ്വന്തം കുടുംബം കൊള്ളയടിച്ചതിൻ്റെ പേരിൽ കണിമംഗലത്ത് നിന്ന് പടിയിറക്കി വിട്ടതാണ് ഇവനെ. ഈ നിന്ന് മാന്യത പറയുന്ന ഇയാളുടെ അച്ഛൻ എവിടെയാണെന്ന് ചോദിച്ചോ? ജയിലിൽ കിടക്കുകയാണ് കൊലപാതക കുറ്റത്തിന്. പിന്നെ ഇയാൾ നിങ്ങൾ വിചാരിക്കുന്നത് പോലെ പുഴയിൽ രണ്ടുപേര് വീണപ്പോൾ രക്ഷിക്കാൻ നോക്കിയ ആൾക്കാരല്ല നിങ്ങൾ. ഇയാളൊരു പോലീസുകാരനാണ്, CI ആണ്. ഇപ്പോൾ ഇയാളുടെ ദേഹത്ത് യൂണിഫോം ഇല്ല. എന്താ കാര്യമെന്ന് അറിയോ? ഇവൻ്റെ അച്ഛൻ ചെയ്തു എന്ന് പറഞ്ഞ കൊലപാതകമില്ലേ, അത് മറച്ചു എന്ന് പറഞ്ഞ് കള്ളക്കേസ് ഉണ്ടാക്കിയതിനാ കോടതി ഇടപെട്ട് ഇയാളെ സസ്പെൻഡ് ചെയ്തതാണ്. ഈ രണ്ട് പെരും കള്ളന്മാരുടെ വാക്ക് വിശ്വസിച്ച് വരുണിനെ കയ്യേറ്റം ചെയ്യാൻ ശ്രമിക്കുകയാണ് നിങ്ങൾ. വരുൺ പറയുന്നു, ഏട്ടാ, രാധിക പറഞ്ഞതിൽ എന്തെങ്കിലും വിശ്വസിക്കാൻ പറ്റാത്തതുണ്ടെങ്കിൽ നിങ്ങൾ പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ച് ചോദിച്ചോളൂ. എല്ലാം അവർ കൃത്യമായി പറഞ്ഞു തരും. ഇപ്പോൾ നിങ്ങളുടെ കൺമുന്നിൽ നടക്കുന്ന ഈ ഒരു നാടകം ഉണ്ടല്ലോ, ഇതുപോലും ഇവർ പ്ലാൻ ചെയ്ത് നടത്തുന്നതാണ്. അതുമെനിക്ക് സംശയമുണ്ടെന്നും പറയുന്നു. കാരണം എന്നെയും എൻ്റെ കുടുംബത്തെയും ബുദ്ധിമുട്ടിപ്പിക്കാനായിട്ട് ഈ നിൽക്കുന്ന രണ്ടുപേരും, ഈ മുത്തശ്ശിയും കൊച്ചുമോളും അത്രമാത്രം ക്രൂരതകൾ ചെയ്തിട്ടുണ്ട്. രാധിക പറയുന്നു, നിങ്ങൾക്ക് കാര്യം ബോധ്യമായോ? ബാക്കി എന്തെങ്കിലും കണക്ക് തീർക്കാനുണ്ടെങ്കിൽ നാളെ രാവിലെ കണിമംഗലം പരമേശ്വരൻ്റെ വീട്ടിലെത്തിയാൽ മതി, ഞങ്ങൾ അവിടെ ഉണ്ടാവും എന്ന് പറഞ്ഞിട്ട് പോകാൻ തുടങ്ങുന്നു. എന്നാൽ ഒരു മിനിറ്റ് എന്ന് പറഞ്ഞ് വരുൺ മുത്തശ്ശിയോട് പറയുന്നു, മുത്തശ്ശി, എന്ത് ക്രൂരതയും ചെയ്യാൻ മടിക്കാത്തവരാണ് നിങ്ങളെന്ന് എനിക്കറിയാം. പക്ഷേ ഇനി ഇവളെയും കൊണ്ട് കണിമംഗലത്തിൻ്റെ പടി കയറാൻ വന്നാൽ എൻ്റെ കൈകൊണ്ട് നിങ്ങൾ തീരും. ഇത്രയും പറഞ്ഞ് രാധികയും കൂട്ടി പോവുകയാണ് വരുൺ. ഈ നാണം കെട്ടവന്മാരെ സഹായിക്കാനാണല്ലോ ഇത്രയും നേരം നമ്മളിവിടെ നിന്നത്. നിങ്ങൾ നിങ്ങളുടെ പാട്ടിന് പോടാ എന്ന് ഒരാൾ പറഞ്ഞിട്ട് അവിടെ നിന്നും പോകുന്നു. ആകെ ഇപ്പോൾ നാണം കെട്ടിരിക്കുകയാണ് വരുണും ഗൗതമും കൂട്ടരും. താൻ എന്ത് പോലീസാടോ, വലിയ ബുദ്ധിശാലിയാണെന്ന് പറഞ്ഞു തന്ന ഒരു പണി തന്നെ ഇത്. ബാക്കിയുള്ളൊരു വെള്ളത്തിൽ വീണ് വിറങ്ങലിച്ചത് മാത്രം മിച്ചം. വല്ലാത്തൊരു ബുദ്ധി തന്നെ എന്നൊക്കെ പറയുന്നുണ്ട് സുകുമാരിയമ്മ. ശേഷം കാണിക്കുന്നത് തന്ത്രി ആകെ വിഷമിച്ചിരിക്കുകയാണ്. എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയില്ല. യശോദയും അരികിലുണ്ട്. തന്ത്രിക്കൊരു കോള് വരുന്നു. വിളിക്കുന്നത് രാധികയാണ്. മുത്തശ്ശിയും പ്രിയങ്കയും ഞാൻ കണ്ടു എന്ന് പറയുന്നു. സംഭവിച്ച കാര്യങ്ങൾ രാധിക അച്ഛനോട് പറയുന്നു. അച്ഛനോട് ഒരു കാര്യം പറയാനാണ് ഞാൻ വിളിച്ചത്. ഇത്രയും കാലം ഞാൻ എല്ലാവരോടും ക്ഷമിച്ചു. പക്ഷേ ഇനി എനിക്ക് സഹിക്കാൻ കഴിയില്ല. മുത്തശ്ശിയോടും പ്രിയങ്കയോടും എനിക്ക് ക്ഷമിക്കാൻ കഴിയില്ല. വരുണിൻ്റെ പേർക്ക് ഒരു കേസ് വരരുത് എന്ന് കരുതിയാണ് ഇത്രയും നാളെ ഞങ്ങൾ ക്ഷമിച്ചത്. വരുൺ എൻ്റേതാണ്. വരുൺ എന്നെ സംരക്ഷിക്കുന്നത് പോലെ തിരിച്ചും എനിക്ക് ഉത്തരവാദിത്വമുണ്ട്. ഇനി മുത്തശ്ശിയോ പ്രിയങ്കയോ കണിമംഗലത്തേക്ക് കാലെടുത്തു വെച്ചാൽ അവിടെയുള്ളവരെ ആട്ടി ഇറക്കുന്നതിന് മുമ്പ് ഞാനായിരിക്കും അത് ചെയ്യുന്നത്.
ഇത്രയും പറയുകയാണ്. അതും വളരെ സങ്കടത്തോടെ തന്നെയാണ് രാധിക അച്ഛനോട് പറയുന്നത്. വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. പ്ലീസ് സബ്സ്ക്രൈബ്, ലൈക്ക്, ഷെയർ മൈ ചാനൽ.